കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ കായംകുളം നഗരസഭ 41, 42 വാർഡുകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഐക്യ ജംഗ്ഷൻ കടത്തുകടവ് റോഡിലെ വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ തെക്കോട്ട് കടത്തുകടവ് വരെയുള്ള ഭാഗത്തെ വീടുകളിലാണ് വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കായംകുളം നഗരസഭ 41, 42 വാർഡുകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 2 വാർഡുകളുടെയും അതിർത്തിയായ ഐക്യ ജംഗ്ഷൻ കടത്തുകടവ് റോഡിലെ വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ തെക്കോട്ട് കടത്തുകടവ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെ വീടുകളിലാണ് പ്രധാനമായും വെള്ളം കയറിയത്. വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറി. വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ തെക്കോട്ട് കടത്തുകടവ് വരെയുള്ള ഓടയുടെ വീതി കുറവായതിനാൽ കീരിക്കാട് പ്രദേശത്തെ മുഴുവൻ മഴവെള്ളവും കായലിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരേയൊരു മാർഗമായ ഇടുങ്ങിയ ഓടയിലൂടെ യഥേഷ്ടം വെള്ളം ഒഴുകാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഓടയാണ്. അതായത് പുളിമുക്ക് ജംഗ്ഷൻ മുതൽ വൃന്ദാവൻ ജംഗ്ഷൻ വരെ ഇറിഗേഷൻ നിർമ്മിച്ചിട്ടുള്ള 3 മീറ്റർ വീതിയിലുള്ള ഓടയിലൂടെ വരുന്ന വെള്ളം ഇവിടെ വരുമ്പോൾ വളരെ ചെറിയ ഓടയായതുകൊണ്ട് വളരെ പതുക്കെയാണ് വെള്ളം വലിഞ്ഞു പോകുന്നത്. ഈ ഓടയ്ക്ക് വീതി കൂട്ടി റോഡ് പൊളിച്ച് കവറേജ് സ്ലാബ് ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ 3 മീറ്റർ നീളത്തിൽ വരുന്ന ആ വെള്ളം വീതിയിൽ വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് വലിയ കാന ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ കടത്തുകടവ് വരെ വലിയ ഓട ഉണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്തെ ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഈ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുള്ളൂ. വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ തെക്കോട്ട് കടത്തുകടവ് വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള വീടുകളിലെ ആളുകൾ ഈ വീടുകളിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുവീടുകളിലും തൊട്ടടുത്ത സ്കൂളുകളിലുമൊക്കെ ഇന്ന് രാത്രി കഴിച്ചുകൂട്ടാൻ വേണ്ടി പോയിരിക്കുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓട നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് പുളിമുക്കിന് വടക്കു ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം പോലും ഈ പ്രദേശത്ത് കെട്ടിക്കിടന്ന് ഇവിടുന്ന് ഒഴുകി കായലിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലതവണ അധികാരികൾക്ക് നമ്മൾ ഇതിൻ്റെ പരാതിയുമായി ചെന്നിട്ടുള്ളതാണ്. നിരവധി പരാതികൾ നൽകിയിട്ടുള്ളതാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി വരുന്ന സമയത്തുള്ള കാലവർഷക്കെടുതി മൂലം ഏകദേശം 100ഓളം വീടുകൾ ഇവിടെ വെള്ളത്തിനടിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 20 വർഷം കൊണ്ട് ഈ ജനങ്ങൾ പല നിവേദനങ്ങളും പല രീതിയിലുള്ള MLAക്കും MP ക്കും എല്ലാവർക്കും ഒരുപാട് നിവേദനങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് വൃന്ദാവൻ ജംഗ്ഷൻ മുതൽ ഈ കടത്തുകടവ് വരെ വരുന്ന ഏകദേശം 300 മീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത് നല്ല വീതിയിൽ ഒരു ഓട നിർമ്മിച്ചാൽ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും. ബഹുമാനപ്പെട്ട മന്ത്രി അവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ ഒരു വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഓടയുടെ വീതി കൂട്ടുന്നതിനായി നിരവധി തവണ മുൻ MLAക്ക് പരാതി നൽകുകയും ഫണ്ട് അനുവദിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതുവരെ യാതൊന്നും നടപ്പായിട്ടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. വാർഡിലെ UDF പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. CDNet ന്യൂസ്, കായംകുളം.